ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ കേരളമാകെ തരംഗമായിരിക്കുകയാണ് കോട്ടയ്ക്കൽ നഗരസഭ 29-ാം വാർഡ് കോട്ടപ്പടിയിലെ UDF സ്ഥാനാർത്ഥി നവ്യ മോഹൻ. ഈ ആവേശം വിജയത്തിലേക്ക് നയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് 23-കാരിയായ ഈ ഭാവി ഡോക്ടർ. ഇന്ന് കേരളമാകെ തരംഗമായിരിക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ 29-ാം വാർഡ് കോട്ടപ്പടിയിലെ UDF സ്ഥാനാർത്ഥിയായ നവ്യ മോഹനാണ്. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന വ്ളോഗറും യുവമുഖവുമായ നവ്യ മോഹൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തെത്തിയതായിരുന്നു ഈ ചർച്ചയ്ക്ക് കാരണം. യുവത്വത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള UDF നീക്കത്തിന്റെ ഭാഗമാണ് നവ്യയുടെ സ്ഥാനാർത്ഥിത്വം. 23 വയസ്സുകാരിയായ നവ്യ KMCT ആയുർവേദ കോളേജിൽ BAMS പഠിച്ചു വരികയാണ്. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നെന്നും കോളേജിൽ രാഷ്ട്രീയമില്ലാത്തത് കാരണം കൂടിയാണ് ഇങ്ങനെയൊരു ആവശ്യം UDFിൽ നിന്നുണ്ടായപ്പോൾ സ്വീകരിച്ചതെന്നും നവ്യ പറഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ ഇത്രത്തോളം വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പ്രായഭേദമന്യേ എല്ലാവരുടെയും മികച്ച പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും നവ്യ കൂട്ടിച്ചേർത്തു. നല്ല പ്രതികരണമാണ്. ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഇത്രയും വൈറലായി പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഷെയറായി ഒരുപാട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അധികം ആൾക്കാർ സപ്പോർട്ടാണ്, നെഗറ്റീവ് കുറവാണ്. എങ്ങനെയുണ്ട് ഒരു ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വാർഡിൽ മാത്രമല്ല കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ കഴിഞ്ഞാൽ എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്. പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾ കോളേജിൽ പൊളിറ്റിക്സ് ഇല്ല. അപ്പം മണ്ഡലം പ്രസിഡന്റ് സേതുമാമ വന്നിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തു. ഒരു റൗണ്ട് ഏകദേശം പൂർത്തീകരിക്കാൻ പോവാണ്. എന്താണ് ആ വാർഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവാണോ നെഗറ്റീവാണോ? വികസനങ്ങൾ എങ്ങനെ എത്തിയിട്ടുണ്ടോ അവിടെ എല്ലാവരും സപ്പോർട്ടാണ്. മൂത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് യൂത്ത് വരണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മോശമായിട്ട് അങ്ങനെ പ്രതികരണം കിട്ടിയിട്ടില്ല. വാർഡിലെ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? മുമ്പ് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പ്രചരണം കംപ്ലീറ്റ് ആയിട്ടില്ല ഫസ്റ്റ് റൗണ്ട്. അപ്പം കണ്ടിടത്തോളം ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അപ്പോൾ അതിനനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ അതിനൊരു പ്രപ്പോസൽ വെക്കണമെന്നുണ്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം വേണ്ടത് ചെയ്യാം. എങ്ങനെയുണ്ട്? ഒരു യൂത്താണ്, അപ്പുറത്ത് നിൽക്കുന്ന മുതിർന്ന രണ്ടാളുകളായിട്ട് മത്സരിക്കുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ടോ? ഇല്ല, ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം മത്സരിക്കാം, നോക്കാം. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് മോഹനദാസിന്റെയും ജയശ്രീയുടെയും മകളാണ് നവ്യ മോഹൻ. നിഖിൽ മോഹനാണ് സഹോദരൻ. കുടിവെള്ള പ്രശ്നമാണ് വാർഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും അതുതന്നെയായിരിക്കും താൻ വിജയിച്ചാൽ ആദ്യ പരിഗണന എന്നും നവ്യ പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946 999976.